പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരേ, പരിശുദ്ധ പരമ ദിവ്യകാരുണ്യേശ്വരേ. കത്തോലിക്കാ സഭ പഠിപ്പിക്കുന്നത് ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം പല വിധത്തിൽ ലോകത്ത്. പ്രഥമമായ വചനത്തിൽ എവിടെയൊക്കെ വചനമുണ്ടോ അവിടെ ഈശോ. രണ്ടാമത് കർത്താവിന്റെ വാഗ്ദാനം, 2 3 പേർ എൻ്റെ നാമത്തിൽ എവരും ഒരുമിച്ച് കൂടിയത് അവരുടെ മധ്യമാണ്. മൂന്നാമത് ഉദാസൻ, വളരെ പ്രത്യേകമാണ് വിശുദ്ധ കുർബാന. The presence of Jesus in this Eucharist is not static, is lively presence. ജീവനുള്ള ദൈവത്തിന്റെ സാന്നിധ്യം. Only we can converse with the people who are alive, not dead. അവിടുത്തെ നോക്കിക്കേ, സങ്കീർത്തനം പറയുന്നത് അവിടുത്തെ നോക്കിയവർ പ്രകാശിക്കും. Look at him and be radiant. ദൈവമായിരിക്കുന്നത് സ്വർഗം. അങ്ങനെയാണെങ്കിൽ നമ്മളിപ്പോൾ ദൈവ സാന്നിധ്യത്തിൽ ഉന്നാസ്വാദനമാണ്. We are experiencing the heavenly bliss right now. നമുക്ക് ത്രിത്വൈക ദൈവത്തെ ഒന്ന് പാടി ആരാധിക്കാം. നമ്മെ സൃഷ്ടിച്ച പിതാവായ ദൈവം, നമ്മെ രക്ഷിച്ച ദൈവത്തിനായ യേശു, നമ്മളുടെ രക്ഷാകരണത്തിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന പരിശുദ്ധാത്മാവ്, സഹായകനായ പരിശുദ്ധാത്മാവായ ദൈവത്തെ നമുക്ക് പാടി ആരാധിക്കാം. ദൈവം പിതാവേ,
നമ്മുടെ ദൈവമായ കർത്താവ് സമീപസ്ഥനായിരിക്കുന്നത് ദൈവം ഇത്ര അടുത്തുള്ള വേറെ ഏത് ശ്രേഷ്ഠ പ്രിയ സഹോദരി സഹോദരന്മാരെ, how blessed we have a God who is with us, and he promised യുഗാന്തി വരെ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു. ആ തന്റെ വാഗ്ദാനത്തോട് വിശ്വസ്തനായിരിക്കാൻ അവിടുന്ന് കണ്ടുപിടിച്ച ഏറ്റവും ലളിതമായ മാർഗമായി ഒപ്പമായിരിക്കാൻ അവരുടെ ഒപ്പമാണ്. ഓ പറയുകയാണ്, നീ ബലിയർപ്പിക്കാൻ പോകുന്നു, നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് നിനക്ക് തോന്നിയാൽ ബലിവസ്തുവൊക്കെ വെച്ചിട്ട് പോയി ആ സഹോദരനുമായിട്ട് രംഗത്തുള്ള വീണ്ടും. നമ്മുടെ ജീവിതത്തിൽ കഴിഞ്ഞ കാലങ്ങളിൽ വന്നു പോയിട്ടുള്ള വീഴ്ചകളുണ്ടാവും, വേദനിപ്പിക്കുന്ന, ഒറ്റപ്പെടുത്തുന്ന, ചതിക്കപ്പെട്ട അല്ലെങ്കിൽ പാഷാണ്ടി കാണിക്കപ്പെട്ട വേദനയേറിയ നിമിഷങ്ങൾ, നീറുന്ന ഓർമ്മകളുണ്ടാകും. അതിന് കാരണക്കാരായ വ്യക്തികളെ നമുക്ക് സമർപ്പിക്കാം. നമ്മളാരെങ്കിലും വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവരെയും സമർപ്പിക്കാം. To forgive is divine, to err is human. തെറ്റുപറ്റുക മാനുഷികമാണ്, പക്ഷെ ക്ഷമിക്കുക എന്ന് പറയുന്നത് അത് ദൈവമാണ്. ക്രിസ്തീയ ഭാഷയിൽ ക്ഷമയെന്ന് പറയുന്നത് ഒരു മറവിയല്ല, ഒരു വേദനാജനകമായ ഓർമ്മയാണ്. അത് ഓർക്കുമ്പോഴൊക്കെ ആരാണോ വേദനിപ്പിച്ചത് അവരെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. നമ്മൾ വേദനിപ്പിക്കപ്പെട്ട നിമിഷങ്ങൾ, വാക്കുകൾ, ഓർമ്മകൾ ഒന്നും മരണം വരെ നമ്മൾക്ക് പോവുകയാണ്. പക്ഷേ നമ്മൾ പ്രാർത്ഥിച്ച് ആ ഓർമ്മകളിൽ നിന്നുണ്ടാകുന്ന ഒരു നെഗറ്റീവായിട്ടുള്ള റിയാക്ഷൻ നമ്മളിന്ന് മാറുന്നതും വരെ നമ്മൾ പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിച്ച് പരിപൂർണ്ണ സൗഖ്യം. നമ്മുടെ കഴിഞ്ഞ കാലങ്ങളിലേക്ക് പോയി നമ്മെ സൗഖ്യപ്പെടുത്താൻ കഴിവുള്ളവന്റെ മുമ്പിലാണ് നാം ആയിരിക്കുന്നത്. ഇബ്രാഹിം ലേഖനം 13:8 പറയുന്നത്, ഞാൻ ഇന്നും ഇന്നലെയും എന്നും ഒരുവനല്ല. നമ്മുടെ കർത്താവായ യേശുക്രിസ്തു ഇന്നും എന്നും ഒരാളാണ്. ആ ക്രിസ്തുവിന് മാത്രമാണ് ഉള്ളിലേക്ക് കയറുന്നത്. നമുക്ക് ഓർക്കാം, വേദനാജനമായ നിമിഷങ്ങളെ ദൈവത്തിന്റെ വലിയ കരുണയ്ക്കായിട്ട്, ദൈവത്തിന്റെ സഹായമില്ലാതെ നമുക്ക് ആരോടും പരിപൂർണമായി ക്ഷമിക്കാം. നമ്മുടെ പല കാര്യങ്ങളും മറന്നിട്ട് പോയിട്ടുണ്ടാവും, അത് ക്ഷമിച്ചുവെന്ന് അർത്ഥമില്ല. ക്ഷമിക്കണമെങ്കിൽ പരിപൂർണമായി നമുക്ക് അതിൽ നിന്ന് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡ്, കോൺഷ്യസ് മൈൻഡിലുള്ള എല്ലാ മുറിവുകളും ഈശോയുടെ ദിവ്യകൃപ, ഈശോയുടെ കരുണയാൽ സുഖപ്പെടുത്തണമെന്ന് ആഗ്രഹിച്ച് നമ്മൾ പാടി പ്രാർത്ഥിക്കുകയാണ്. ക്ഷമിക്കുവാനാവാത്ത നിമിഷങ്ങൾ. നമ്മുടെ ആഗ്രഹങ്ങൾ പലപ്പോഴും നിലനിൽക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന എല്ലാ കാര്യങ്ങളും നമുക്ക് പുറത്ത് അവരെ
പലവിധ കാരണങ്ങളാണ് അങ്ങോട്ടും ഇങ്ങോട്ടും അസ്വാസ്യങ്ങൾ, വേദനകൾ, വേദനിപ്പിക്കുന്ന ഓർമ്മകൾ ഉണ്ടാവും. നമ്മുടെ കൂടപ്പിറപ്പുകളല്ലേ, അവരുടെ പങ്കാളികളല്ലേ, അവരുടെ മക്കളല്ലേ. നമുക്കൊന്ന് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കാം. ക്ഷമിക്കുവാനും കൃപയ്ക്കായി ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം. സഹോദരി സഹോദരന്മാരെ, നമ്മുടെ അയൽപക്കക്കാർ, സഹപ്രവർത്തകർ, ഗുരുഭൂതർ എല്ലാവരും ഇവരെ സമർപ്പിക്കുന്നു. അവരുടെയെങ്കിലും കഴിയുന്നത് നമുക്ക് അവരുമായിട്ട് അനുരഞ്ജനപ്പെടാണ്. അപ്പൊ എല്ലാവരെയും ദൈവങ്ങളെ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് പാടി പ്രാർത്ഥിക്കാം. എല്ലാ വൈദ്യുതി സന്യാസികളെയും നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ജനനം മുതൽ മരണം വരെ നമ്മളെ ആത്മീയമായിട്ട് നമ്മുടെ കൂടെ നടക്കുന്നവരാണ് വൈദികർ. ഏതെങ്കിലും വൈദികരെന്നോ സന്യാസികളെന്നോ സഹോദരി സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും വേദന ഉണ്ടായിട്ടുണ്ട്, അവരുടെ വാക്കുമൂലമോ അവരുടെ പ്രവൃത്തി മൂലമോ അവരെ ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് മറക്കാനാവാത്ത പൊറുക്കാനാവാത്ത തെറ്റുണ്ടായിട്ടുണ്ടെങ്കിൽ എല്ലാ വൈദികരുടെ സന്യാസത്തിനും വേണ്ടി ഞാൻ ഇപ്പോൾ ക്രിസ്തുവിന്റെ നാമത്തിൽ മുട്ടുകൊത്തി നിങ്ങളോട് മാപ്പ് ചോദിക്കുകയാണ്. ഞങ്ങൾ മനുഷ്യരാണ്, ബലഹീനരാണ്. ഞങ്ങളുടെ വീഴ്ചകളിൽ നിങ്ങളുടെ പ്രാർത്ഥനകളാണ് ഞങ്ങളെ ശക്തിപ്പെടുത്തുന്നത്. ഞങ്ങൾ വീഴാതെ ഞങ്ങളുടെ ഈ ലോകത്തിലായിരിക്കുമ്പോൾ ക്രിസ്തുവിനോട് വിശുദ്ധരായി ജീവിക്കുവാൻ, ക്രിസ്തു ഏൽപ്പിച്ച എല്ലാവരോടും സ്നേഹത്തോടെ കരുണയോടെ പെരുമാറി മുന്നോട്ട് പോകാൻ ഞങ്ങളെ സഹായിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയാണ്. ഞങ്ങളുടെ കഴിവുകൊണ്ടല്ല, ദൈവത്തിന്റെ കൃപയാലും നിങ്ങളുടെ നിരന്തരമായ പ്രാർത്ഥനയാലുമാണ് ഞങ്ങൾ വിളിച്ചു നിൽക്കുന്നത് എന്ന് നിങ്ങൾ തിരിച്ചറിയുക. എല്ലാ വൈദിക സഹോദരങ്ങൾക്കും വേണ്ടി ഞാൻ നിങ്ങൾക്ക്, എല്ലാ സന്യാസികൾക്കും വേണ്ടി ഞാൻ നിങ്ങളോട് പാല് പിടിച്ച് പാപപേക്ഷിക്കുക. ഞങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കണമേ എന്ന് അപേക്ഷിക്കുന്നു. ദൈവത്തിന്റെ ആത്മാവ് വരുമ്പോൾ നമ്മുടെ ദൈവത്തെ പാടി സ്തുതിക്കുന്നു. നമ്മൾ അനേകരെ സ്വാതന്ത്ര്യത്തിലേക്ക് നടക്കുന്നതാണ്. ഒരുപക്ഷെ നമുക്ക് ശീലങ്ങളുണ്ട്, ചില കാര്യങ്ങൾ നമുക്ക് തന്നെ മാറ്റാൻ നമുക്ക് പറ്റുന്നില്ല. I am the Lord who delivers you. സങ്കീർത്തനത്തിൽ ഞാൻ നിനക്ക് വിടുതൽ നൽകുന്നതാണ്. I am the Lord who heals you. Exodus പുറപ്പാടിൽ ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്നു. കർത്താവിന്റെ വചനമായി ചേർന്നത് കർത്താവ് നമ്മളെ എല്ലാം സുഖപ്പെടുത്താൻ, അനുഗ്രഹിക്കാനാണ്. എവിടെയോ ശിക്ഷിക്കുന്ന ഒരു ദൈവത്തെയാണ്. പലപ്പോഴും ദൈവത്തിന്റെ ഈ ശിക്ഷിക്കുന്ന ചിന്തയാണ് നമ്മുടെ പാപത്തിൽ നിന്ന് അതിന്റെ മറിച്ച് നമ്മൾ ഇന്ന് ചിന്തിച്ച പോലെ the love that we have for Jesus should abstain us from committing any sins. ദൈവത്തിനോടുള്ള ഈശ്വരന്റെ സ്നേഹമായിരിക്കും. അവൻ നമ്മളെ രക്ഷിക്കാനാണ്, നമ്മളെ ശിക്ഷിക്കാനാണ്. ഒരു തീ നാളം കത്തിച്ചാൽ, അല്ലെങ്കിൽ ഒരു ക്യാമ്പ് ഫയർ നടത്തുക, അല്ലെങ്കിൽ ഒരു തീ കൂട്ടം ഉണ്ടായി, അതിന് ചുറ്റും നിൽക്കുന്ന എല്ലാവർക്കും അത് തീ ചൂട് പകരും. അവിടെ നിൽക്കുന്ന ഒരു വ്യക്തി എനിക്ക് ചൂട് വേണ്ട എന്ന് പറഞ്ഞാൽ ചൂട് നൽകാൻ ദൈവത്തിന്റെ ബേസിക് നേച്ചർ സ്നേഹമാണ്. അവരുടെ ബേസിക് ക്യാരക്ടർ അനുഗ്രഹം. നമ്മെ അനുഗ്രഹിക്കാനായി, നമ്മെ സുഖപ്പെടുത്താനായി, നമുക്ക് വിടുതൽ നൽകാനായി, നമ്മളെ അനോയിന്റ് ചെയ്യാനായിട്ടാണ് നമ്മുടെ മധ്യത്തിലൂടെ ഇപ്പോൾ കർത്താവ് നമ്മുടെ ജെറുസലേം വീതികളോടെ നടന്നുപോയ പോലെ, അനേകം സുഖപ്പെടുത്തി വിടുന്നവരെ നടന്നുപോയ പോലെ നമ്മുടെ മധ്യത്തിലൂടെ ഇപ്പോൾ കർത്താവിനെ ആരാധിക്കണം. ആഗ്രഹത്തോടെ ഒന്ന് തൊട്ടാൽ മാത്രം മതി ഞാൻ സുഖം പ്രാപിക്കുമെന്നാണ്. എത്രയോ പേരാണ് നമ്മള് ഹെബ്രയരുടെ ഒരു സേന, ആ
സഹോദരിയുടെ രക്തസ്രാവക സ്ത്രീയുടെ വചനം മാത്രമല്ല, അനേകർ, അതിന് വചനം തന്നെ പറയുന്നത്, അനേകർ അവരെ ശ്രദ്ധിച്ചു. അപ്പസ്തോലന്മാര് വഴികൾ നടന്നു പോലും അവർക്ക് സൗഖ്യം. അപ്പോൾ ഈശോ നമ്മുടെ മധ്യത്തിലൂടെ കടന്ന് എത്രയധികമായിട്ട് നമുക്ക് ബോധ്യമുണ്ടാവും. ബോധ്യത്തോടുകൂടി പ്രാർത്ഥിക്കണം. നമ്മൾ കേട്ടു യാക്കോബ് ശ്രീയുടെ കരന്മാർ വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. നമ്മൾ കണ്ണെല്ലാം നമ്മുടെ ഉള്ളിലേക്ക്, നമ്മുടെ മധ്യത്തിലേക്ക് കർത്താവ് നമുക്ക് എഴുന്നേറ്റ് കരങ്ങളടിച്ച് സന്തോഷത്തോടെ വിടുതലായിട്ട് ആഗ്രഹിച്ച്, സൗഖ്യത്തിനായിട്ട് ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അവൻ നമ്മെ ആശീർവദിച്ച് കടന്നു പോവുകയാണ്. സൗഖ്യം നൽകുവാൻ, സ്നേഹം നൽകുവാനാണ് നമ്മോടുകൂടിയായിരിക്കുന്നത്. അതോട് ഒരിക്കലും ശിക്ഷിക്കാനല്ല, അവനെ സ്നേഹിക്കാൻ മാത്രം അറിയുന്ന ഒരു ദൈവം. ആ ദൈവത്തിനോട് കരുണയോടെ നമുക്ക് ആഗ്രഹിച്ച് പാടി പ്രാർത്ഥിക്കാം.
സകല ജനങ്ങൾക്കും വേണ്ടിയുള്ള രക്ഷയാണ് ദൈവപുത്രൻ നമ്മുടെ മധ്യത്തിലൂടെ കടന്നു വരികയാണ്. ലൂക്കായുടെ സുവിശേഷം 3:6 അവർ സകല ജനങ്ങൾക്ക് വേണ്ടിയുള്ള രക്ഷ എന്ന് കണ്ടു തട്ടിയിരിക്കുന്നത് ശമയോനിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ഓർമ്മ നമ്മെ ജീവിക്കുന്ന ദൈവമാണ്, ജീവിക്കുന്ന ദൈവത്തിന്റെ സാന്നിധ്യമാണ് ദൈവകാര്യത്തിലുള്ളത്. നമ്മളെ അനുഗ്രഹിക്കാനായിട്ടാണ് നമ്മൾ കടന്നു വരുന്ന ബോധ്യത്തോടെ let's worship and adore him. He is coming to bless us, to deliver us, to heal us, to anoint
രോഗങ്ങളുള്ളവർ തങ്ങളുടെ ശരീരത്തിന്റെ രോഗഭാവങ്ങളെല്ലാം ദൈവത്തിന് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നിങ്ങളോട് പ്രാർത്ഥനാ സഹായിക്കുന്ന രോഗികളുണ്ടാവും. ആ രോഗികളെയൊക്കെ ദൈവത്തിന് മുമ്പിൽ സമർപ്പിച്ച് സൗഖ്യദായകനായ ദൈവം അത്ഭുതകരമായിട്ട് അവരുടെ ജീവിതത്തിൽ സൗഖ്യം കൊടുക്കുന്നത് അനുഭവിച്ചറിയുന്നത് നമുക്ക് ദൈവത്തെ കണ്ടുകൊണ്ടാണ് അവസരമായി കാണും. നമ്മുടെ മക്കോസിന്റെ സുവിശേഷം കാണുന്നുണ്ട്. 2-ാം അധ്യായത്തിൽ 4 വ്യക്തികൾ അവര് തന്റെ സുഹൃത്തിനോടുള്ള സ്നേഹം പോലെ അവരെ നേരത്തെ ക്രിസ്തുവിന്റെ മുന്നിലേക്ക് തലയോ വീടിന്റെ മേൽക്കൂരം കൊടുത്ത് താഴെ ഇറക്കുകയാണ്. ആ കൊണ്ടുവന്ന 4 പേരുടെ വിശ്വാസം കണ്ട് കർത്താവിന്റെ വിശുദ്ധ ആ തറവാതിലേക്ക് പൂർണ്ണ സൗഖ്യം കൊണ്ടുവരിക. നമ്മുടെ വിശ്വാസം വഴി അനേകരുടെ സൗഖ്യം, അനേകർക്ക് അനുഗ്രഹം, അനേകർക്ക് വിടുതൽ, അനേകർക്ക് അഭിഷേകം കിട്ടാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുവാൻ പ്രാർത്ഥിക്കാം.
ജീവനുള്ള ദൈവത്തിനുള്ള ഏകീകരണം ഉയർത്തി നമുക്ക് ദൈവത്തിന്റെ മുന്നിലേക്ക് നമ്മളെ സമർപ്പിക്കാം. അവിടെ നമ്മളെ അനുസരിച്ചാൽ ഇതിലേക്ക് കടന്നു പോവുകയാണ്. ജെറുസലേമിലേക്ക് കടന്നു പോയപ്പോൾ അനേക സൗകര്യങ്ങളോടെ ഇന്നും ഈ ഭവനത്തിൽ നിന്ന് നമ്മുടെ ഭവനങ്ങളിലേക്ക് കടന്നു പോകുമ്പോൾ നമ്മുടെ ആന്തരികമായ ഭൗതികമായ മാനസികമായി പരിപൂർണ്ണ സൗകര്യത്തിലേക്ക് പോകുന്നവരായി മാറട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ നമുക്ക് ജീവിതത്തിൽ ആഗ്രഹങ്ങളുണ്ട്. ഈശോയോടൊപ്പമായിരിക്കും, ഈശോയുടെ വിശ്വാസത്തിനനുസരിച്ച് ജീവിക്കുക നമുക്ക് ആഗ്രഹം. ഒരു തടസ്സങ്ങൾ, ഈ തടസ്സങ്ങളെല്ലാം നമുക്ക് ദൈവകരങ്ങളിൽ സമർപ്പിച്ച് പരിപൂർണ്ണ സൗഖ്യം. നമുക്ക് നല്ല ശരീരമുണ്ടെങ്കിലാണ് നല്ല മനസ്സുണ്ടാവുന്നത്, നല്ല മനസ്സിലാണ് നല്ല ആത്മാവിന് സ്വതന്ത്രമായിട്ട് ജീവിക്കുന്നത്. അപ്പോൾ മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും ആത്മാവിൻ്റെയും മേഖലകളിൽ ശക്തമായ ഒരു അഭിഷേകത്തിലേക്ക് ആഗ്രഹിച്ച് നമ്മളെല്ലാവരും ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ആ സ്തുതിച്ച് പ്രാർത്ഥിച്ച് തീരുമ്പോൾ കർത്താവിൻ്റെ ഏറ്റവും ഫൈനലായിട്ട് ആശീർവാദം ലഭിക്കുന്നു. ആശീർവാദത്തോടെ നമ്മൾ ഭവനത്തിലേക്ക് എല്ലാവരും മനസ്സ് തുറന്ന് raise your hands or raise your sound, raise with all your strength. കർത്താവിനെ, നിന്റെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണാത്മാവോടും പൂർണ്ണ ശക്തിയോടും പൂർണ്ണ ഹൃദയത്തോടും കൂടെ സ്നേഹിക്കാനാണ്. ഈശോയെ
പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. ഏറ്റവും ബഹുമാനപ്പെട്ട ജോർജ് ജെയിംസ് അച്ഛ
ജോബിനച്ച, കൊയർ ടീം, ടീം, ഇവിടെ കിടന്നു വന്നിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരോടും ഒരു വാക്ക് നന്ദി പറയാൻ വേണ്ടിയാണ് ഞാൻ ഇവിടെ നിൽക്കുക. ജോബച്ചനിലൂടെ നമ്മളിന്ന് കടന്നു പോയപ്പോൾ നമുക്കറിയാൻ പാടില്ലാത്ത ഒരുപാട് കാര്യങ്ങൾ, ഇത്രയും വളർന്നെങ്കിലും ഒരു കാറ്റഗിസം സ്റ്റുഡൻസിനെ പോലെയാണ് നമ്മളെല്ലാവരും ഉത്തരം പറഞ്ഞത്. അതുകൊണ്ട് അച്ഛൻ നമ്മളെ ഒരുപാട് മഞ്ഞുരുത്തി വെളിച്ചത്തിലും വെളുവാങ്ങുന്നതിനും ഒക്കെ പാടി നമ്മളെ മനസ്സിലാക്കി തന്നു. ഓരോ ഫ്യൂണറിലും നമ്മൾ പോകുമ്പോൾ എല്ലാവരും പാടാറുണ്ടെങ്കിലും ഇത് നമ്മളോട് തന്നെയാണ് പറയുന്നതെന്ന് അത്രമാത്രം ചിന്തിച്ചിരുന്നില്ല അച്ഛനായാലും. എന്നിട്ടൊക്കെ ഞങ്ങൾ ചിന്തിക്കാം. പിന്നെ അച്ഛൻ ഇത്രയും സ്നേഹത്തോടെ കടന്നു വന്നിട്ടുള്ള തിരക്കേറിയ ജീവിതത്തിൽ അച്ഛൻ ഇവിടെ വന്ന് ഞങ്ങളുടെ ഇത്രയും നല്ലൊരു ശുശ്രൂഷ നടത്തി തന്നതിന് ഞങ്ങളുടെ എല്ലാവരുടെയും പരിപാടിയായിരിക്കുന്ന എല്ലാവരുടെ പേരിലും ഇടവകയുടെ പേരിലും ഞങ്ങൾ ജെയിംസത്തിൻ്റെയും ജോലിസിൻ്റെ പേരിൽ അച്ഛന് നന്ദിയും സ്നേഹവും അർപ്പിക്കുന്നു. പിന്നെ ജെയിംസത്തിനെ പറ്റി നമുക്ക് പ്രത്യേകിച്ച് പറയേണ്ട കാര്യമില്ല. അച്ഛനിങ്ങനെ ഊണും ഉറക്കവും ഭക്ഷണമൊന്നും ഇല്ലാതെ നടന്ന് നമുക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എപ്പോഴും പ്രാർത്ഥനാനിരതരായിരുന്ന അച്ഛനെ നമ്മൾ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യാം. ജോബിനച്ഛൻ വേറെ ആണെങ്കിലും ഈ കുടുംബത്തിലെ അംഗം പോലെ എപ്പോഴും ഞങ്ങളുടെ കൂടെ തന്നെയുണ്ട്. അപ്പം എല്ലാ കാര്യങ്ങളിലും ഏതൊരു വിടവ് വന്നാലൊക്കെ നികത്താനായിട്ട് ഇരിക്കുന്ന അച്ഛനാണ് ജോബിനച്ഛൻ. ജോബിനച്ഛന് പ്രത്യേക നന്ദി പറയുന്നു. പിന്നെ കൊയർ ടീം സിസ്റ്റർ എന്നോട് കഴിഞ്ഞ കുറേ ദിവസമായി ചേച്ചി ആരെങ്കിലും കിട്ടുമോ എനിക്ക് ഡ്യൂട്ടി, എനിക്ക് ചൈൽഡ് കെയർ ഇല്ലാതെ ഞാൻ വിളിക്കാത്ത ആൾക്കാരില്ല. അവസാനം ഞാൻ മടുത്ത് ബിഞ്ചോയോട് ഞാൻ ഒരു മെസ്സേജ് ഇട്ടു, ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചു. ബിഞ്ചോ എന്നോട് പറഞ്ഞു ജീവിച്ചിരിപ്പുണ്ട് ചേച്ചി എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നു. അപ്പോഴാണ് എൻ്റെ ഓർമ്മ വന്നത് ആക്ച്വലി ജിനോയ് പാട്ടുകാരനാണ്. അപ്പം ഞാൻ ജിനോയോട് പാടാമെന്ന് ചോദിച്ചോണ്ട് ജിനോയോട് ചേച്ചി തന്നെ സംസാരിക്കാൻ പറഞ്ഞു. ജിനോയ് എൻ്റെ വീട്ടിൽ എന്നെ കിട്ടത്തില്ല, ഞാൻ വിളിക്കുമ്പോൾ ജിനോയെ കിട്ടിയില്ല. അപ്പോൾ 2-3 വാചകം ഞാൻ അയച്ചു കൊടുത്തു. ജിനോയിൻ്റെ വള്ളങ്ങളെ എല്ലാം കാണാൻ പോകാൻ ജിനോയാണ് ഇവിടെ നമ്മുടെ കൂടെ ഇരിക്കുന്നത്. ഞാൻ ജോച്ചൻ പറഞ്ഞതുപോലെ ജീസസിൽ എൻകൗണ്ടർ അല്ല. അങ്ങനെ അതുകൊണ്ട് ജിനോയ് പറഞ്ഞു ഞാൻ 11 മണിയാകുമ്പോൾ തിരിച്ചു പോകും ചേച്ചി എന്ന് പറഞ്ഞിട്ട് ജിനോയ്ക്ക് പോകുന്നില്ലെന്നാണ് പറഞ്ഞത്. അപ്പം ജിനോയ്ക്കും ടീമിനും പ്രത്യേകം നന്ദി. പിന്നെ നമ്മുടെ ന്യൂട്രൽ ടീമിനാണ് നമ്മൾ നന്ദി പറയുന്നത്. ഇന്ന് 43 ചിൽഡ്രൻ ഉണ്ടായിരുന്നു. പിന്നീട് നല്ലതുപോലെ ക്ലാസ് എടുക്കുന്നുണ്ട്, നന്നായിട്ട് പോകുന്നു. അപ്പം നിങ്ങൾക്ക് എല്ലാവരും മനസ്സിലാക്കുന്നത് പോലെ നമ്മുടെ എല്ലാവരുടെയും പിള്ളേരെ പറഞ്ഞു വിട്ടാൽ ജോച്ച പറഞ്ഞ പോലെ വിശ്വാസത്തിൽ നമുക്ക് വളർത്താനായിട്ട് പറ്റും. വിശ്വാസത്തിൽ നമ്മൾ വളർത്തിയാൽ മാത്രമേ അതുകൊണ്ട് നമുക്ക് പ്രയോജനം ഉണ്ടാവുള്ളൂ. അപ്പം നിങ്ങളെല്ലാവരും നിങ്ങളുടെ പിള്ളേരെ പറഞ്ഞു വിടാനായിട്ട് ശ്രമിക്കുക, മറ്റുള്ളവരോടൊക്കെ പറയുക. നമ്മുടെ ന്യൂട്രൽ ടീമിനോട് പ്രത്യേകം നന്ദി പറയുകയും പ്രാർത്ഥിക്കുകയും ചെയ്യാം. പിള്ളേരെ നിങ്ങൾ നല്ലപോലെ ഇന്ന് കൈവച്ച് ഇത് ചെയ്ത്. പിന്നെ നമുക്ക് പറയാൻ ഇവിടെ കടന്നു വന്നിരിക്കുന്ന നമ്മുടെ വെസ്റ്റേൺ റീജിയനിലുള്ള ഒരു കുടുംബം പോലെ കടന്നു പോകുന്ന നമ്മുടെ എല്ലാ മിഷൻസിനെയും എല്ലാവരെയും ഒരുപോലെ സ്നേഹത്തോടെ ഓർക്കുകയും നന്ദി പറയുകയും ചെയ്യുന്നു. നിങ്ങളുടെ ഓരോരുത്തരുടെയും സഹകരണമാണ് നമ്മൾക്ക് നന്നായിട്ട് പോകാനായിട്ട് നമുക്ക് കഴിയുന്നത്. പിന്നെ ഒരു കാര്യം പറയാനുള്ളത് ഇന്റർസെഷൻ ടീം, അതിനു വേണ്ടിയിട്ട് നമ്മളൊരു 120 പേരെ വേണമെന്ന് ആഗ്രഹിച്ചിരുന്നു. ദൈവകൃപയാൽ 120 പേരും ആ ഗ്രൂപ്പിലുണ്ട്. എല്ലാവരും നമ്മുടെ 1000 ബ്ലോക്സിനെയും 500 ഡിവൈനേഴ്സിയാണ് ചെല്ലേണ്ടത്. കുറച്ച് പേരൊക്കെ ടിക്ക് ചെയ്തിട്ടില്ല. ഈ ഗ്രേസ് പീരീഡാണ് ഈ വെൻസ്ഡേ വരെ. ആരെങ്കിലും പ്രാർത്ഥിച്ച് തീരാത്തവരുണ്ടെങ്കിൽ ഈ വെൻസ്ഡേക്ക് മുമ്പ് നിങ്ങളത് പ്രാർത്ഥിച്ച് നിങ്ങളുടെ ഒരു മാർക്ക് അവിടെ ആ ഗ്രൂപ്പിൽ നിങ്ങൾ ഇടണം, കംപ്ലീറ്റഡ് എന്ന് പറഞ്ഞ്. ഇനി ആരെങ്കിലും ഇന്റർസെഷൻ മിനിസ്ട്രിയിൽ ചേരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ടേബിൾ പേനയും വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ പേരും നിങ്ങളുടെ കോൺടാക്ട് നമ്പറും നിങ്ങളുടെ പ്ലേസും അതിനകത്ത് എഴുതുവാണെങ്കിൽ വളരെ ഉപകാരമായിരിക്കും. ഞങ്ങളെ ഗ്രൂപ്പിൽ ആഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ പ്രെയർ റിക്വസ്റ്റിൻ്റെ ഒരു ബോക്സ് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്നുണ്ടെങ്കിൽ അവിടെ നിങ്ങൾക്ക് എഴുതിയിടാവുന്നതാണ്. അത് പ്രത്യേകിച്ച് ഓൾട്ടറിൽ വെച്ച് ജെയിംസച്ചൻ പ്രത്യേകം പ്രാർത്ഥിക്കും. പിന്നെ അതിനുള്ള ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ അച്ഛൻ തന്നെ നിങ്ങളോട് പറഞ്ഞോളും. പിന്നെ ഈ മാസത്തെ നമ്മുടെ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടിയുള്ള സ്പോൺസർഷിപ്പ് ടോം ആൻഡ് ഫാമിലിയാണ്. മിഥുനോട് ചോദിച്ചു എത്രമാത്രം ചെലവ്. ഞാൻ പറഞ്ഞാൽ കഴിയുമ്പോൾ പറയാമെന്ന് പറഞ്ഞു. പക്ഷേ എങ്കിലേ ഞാൻ നിങ്ങളോട് പറയുകയാണ്, ഒരു ദിവസം മൊത്തം ചെലവ് ഒരു കുടുംബം തന്നെ എടുക്കേണ്ട ആവശ്യമുണ്ടെന്ന് തോന്നുന്നില്ല. അതെല്ലാം നിങ്ങളുടെ ഇൻസ്പിറേഷനാണ്. എന്ത് തന്നെയായിരുന്നാലും വളരെ ഉപകാരം അവരെ നിങ്ങൾക്ക് പ്രോത്സാഹിപ്പിക്കാം. ആരെങ്കിലും സ്പോൺസർ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ബർത്ത്ഡേ, വെഡിങ് ആനിവേഴ്സറി ഒക്കെ വരുമ്പോൾ ഒരു വിധം നമ്മുടെ ഈ കൺവെൻഷന് വേണ്ടി വരാൻ ആഗ്രഹിക്കുന്ന
ഇന്നത് എന്നൊന്നുമില്ല. 10 പൗണ്ടാണെങ്കിലും 5 പൗണ്ടാണെങ്കിലും 1 പൗണ്ടാണെങ്കിലും എല്ലാം മോസ്റ്റ് വെൽക്കം ആയിരിക്കും. വലിയ എമൗണ്ടിൽ തരുന്നതല്ല, നിങ്ങളുടെ ആഗ്രഹമാണ് എല്ലാം ചെയ്യുന്നത്. പിന്നെ നമുക്ക് എന്നെ പ്രത്യേകിച്ച് പറയാനുള്ള അടുത്ത മാസം കടന്നു വരുമ്പോൾ നിങ്ങളെല്ലാവരും ഓരോ ഫാമിലിയെ കൂട്ടിക്കൊണ്ട് വരണം. അങ്ങനെയാകുമ്പോൾ നമുക്ക് ഇവിടെ ഈ പള്ളി നിറഞ്ഞ് എല്ലാവരും കൂടെ ഒരുമിച്ച് ശുശ്രൂഷ ചെയ്യാനും പ്രാർത്ഥിക്കാനുമുള്ള ഒരു വലിയ കൃപയാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്. അതിന് എല്ലാവർക്കും നമുക്ക് നന്ദി പറഞ്ഞുകൊണ്ട് സന്തോഷത്തോടെ വീട്ടിൽ പോകാം. എന്നാലും ആരും കാപ്പി കുടിക്കാൻ പോകുന്നത് സ്നാക്സ് ഉണ്ട്. എല്ലാവരും വർത്താനം പറഞ്ഞാൽ പരസ്പരം കണ്ട് സംസാരിച്ച് സ്നേഹിതരായിട്ട് തന്നെ വേണം മടങ്ങി പോകാനായിട്ട്. താങ്ക് യു. ജോയി ഹോസ്പിറ്റൽ എന്ന് പറയുന്ന ഗ്രൂപ്പിൽ ആഴ്ചയ്ക്ക് എല്ലാവർക്കും അറിയാമായിരിക്കും. ഈ ആഴ്ചയിൽ നമ്മുടെ പ്രസ്തും രീതിയിലുള്ള ആൾക്കാരായിരുന്നു റോസറിയും ഇവൻമേഴ്സിയും വചനമൊക്കെ പറഞ്ഞത്. കുറച്ച് പേരൊക്കെ പറയുന്നുണ്ട്, എല്ലാവരും കടന്നു വരുന്നില്ല. പക്ഷേ അറ്റ്ലീസ്റ്റ് പറഞ്ഞില്ലെങ്കിലും നിങ്ങളെല്ലാവരും അതിനകത്ത് കയറാൻ സൂര്യനൊക്കെ കയറാനായിട്ട് ശ്രമിക്കുമായിരുന്നെങ്കിൽ വളരെ ഉപകാരമായിരുന്നു. ഇന്ന് ലാസ്റ്റ് ഡേ ആയിട്ട് വൈകുന്നേരം ആരെങ്കിലും ഫ്രീ ആയിട്ടുണ്ടെങ്കിൽ നമുക്ക് 7:00 തുടങ്ങും, 7:25 തുടങ്ങും, കൃത്യം 9 മണിയാകുമ്പോൾ തീരും. അപ്പം നിങ്ങൾ അതിലും സഹകരിക്കാനായിട്ട് ശ്രമിക്കുക. എല്ലാവരും ഓക്കെയാണോ ഒരു സാക്ഷ്യം കേൾക്കാനായിട്ട്? ഓക്കെയാണോ? എന്നിട്ട് ഞാൻ എൻ്റെ ജീവിതത്തിലുണ്ടായ ഒരു വലിയൊരു അത്ഭുതം നിങ്ങൾക്ക് പങ്കുവയ്ക്കാനായിട്ടാണ് ഞാൻ സാക്ഷ്യപ്പെടുത്താൻ ഞാൻ ചോദിച്ചത്. ഞാൻ ഈ വർഷം ജനുവരി മാസം ഞാൻ എൻ്റെ റോളിൽ നിന്ന് ഇപ്പം ഞാൻ BA സിസ്റ്റംസ് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു. ആ റോളിൽ നിന്ന് വേറൊരു റോളിലോട്ട് പോകാനായിട്ട് ഞാൻ ആഗ്രഹിച്ചിരുന്നതാണ്. ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാകുന്ന ആ റോളിൽ നിന്ന് ജോലി ചെയ്യാനായിട്ട്. ബിക്കോസ് I was never really passionate about the role, I was never really interested about the role, so I didn't want to work hard in the role. So I expressed my worries to James Sitchin at that time. So James Sitchin told me to start applying to new roles from January onwards. So from January this year, I applied to the internal vacancies at BA Systems, and in January I applied to 2 roles. One was a senior level role, and one was a normal engineer role. And I got an interview in March. So I applied in January and I got the interview in March. Now before going to the interview, I did ask James Sitchin for a special prayer as well as a one-to-one session with James Sitchin. If you request it before Kabana, he's more than happy to do that for you. So I did ask and went to James Sitchin for a one-to-one prayer session with him. And I told him I have an interview coming up for 2 roles and with 1 interview. So I also told Achin that these are my struggles at this point in time. This is why I want to do this role and change my role as well. So Achin told me a lot of things. Achin told me from now on, do 3 rosaries every single day. Achin also told me to do the Apostolic Creed as well as Genesis chapter 1 verses 3, say 33 times. So in preparation for that interview, I did do that and I did the interview. However, following the interview, I did not hear a single feedback from recruitment. From HR, no feedback whatsoever. For 2-3 weeks, I did not hear anything at all. And I expressed my concern to James Sitchin as well as recruitment at the time. James Sitchin told me one thing: stay strong in my faith, keep praying, keep applying to new roles within the company. And so I did. So in total, from January till I would say the month of June, I think I applied to about 28 roles. And from that, 2 roles I did an interview in March, which I just said before. Every other role was a rejection. Instant rejection, did not get an interview, instant rejection. And obviously, considering that mentally it does affect you when you don't get what you want. So I did express my concern once again to James Sitchin. He was helping me throughout the whole way. But he said one thing, and one thing only, was that to stay strong in my faith. Following that, around the month of June, the Sunday convention, I came to convention in June, and then I participated. Obviously,
being part of the Moderate team, we have to do ministry for all the children here, and then following that is adoration here. So during adoration, James Hudson actually നമ്മുടെ ആരാധന മധുരയിലിരിക്കുമായിരുന്നു. ആരാധന ജെയിംസ് ഹഡ്സനാണ് ലീഡ് ചെയ്തത്. ആ സമയത്ത് ജെയിംസ് വിളിച്ചു പറഞ്ഞു, ഒരു മോനെ, സോറി എൻ്റെ മലയാളം മാത്രമല്ല, അതുകൊണ്ട് ഒരു മോനെ ദൈവം അനുഗ്രഹിക്കുന്നുണ്ട്, ഒരു ജോലി, ഒരു പ്രൊമോട്ടർ റോൾ ആയിട്ടുള്ള ഒരു ജോലി കൊടുത്ത് അനുഗ്രഹിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് ഞാനത് കേട്ടു. എൻ്റെ മനസ്സിൽ ഒരുപാട് ഡൗട്ട്സ് ഉണ്ടായിരുന്നു, പക്ഷെ ഞാനത് കേട്ടു. വീട്ടിൽ പോയപ്പോൾ മമ്മിനാടി പറഞ്ഞു ഇത് ട്രെയിൻ ചെയ്ത് പ്രാർത്ഥിക്കണമെന്ന്. ഞാൻ ആ സമയത്ത് ഡാഡിനടുത്ത് എനിക്ക് വലിയ ഡൗട്ടുള്ള രീതിയിലാണ് ഞാൻ ഡാഡിനടുത്ത് നോക്കിയിരുന്നത്. അപ്പം എനിക്ക് വലിയ ഒരു ആ സമയത്ത് ഒരു വിശ്വാസത്തോടെ ഉണ്ടായിരുന്നു. I've applied 20+ roles, all roles rejected, and just for 2 roles I applied in January, I still have to hope about it. So a lot of despair at that time, but my dad told me to claim it and believe that you will get it. Believe it or not, that was, I think it was June 20th, that was the Sunday convention. The following day was a Sunday, and I logged into my laptop, my web laptop, just to get ready for the week ahead. And I see a message from recruitment saying that a particular role that I applied in January, they have received feedback from the role, and they said it's positive news. And they said to me to schedule an interview, a meeting with recruitment, so I can get more information about it. So I did. I scheduled the meeting on Teams, and they told me the 2 roles that you applied in January, which I had the interview in March, which I have not had anything from March. They have said one role has come back with positive news, and that it is the senior level role. One more thing that I forgot to mention is that, as I said, one role was senior, one role was a normal engineer, but in a different department. Being a powerful Christian, I asked James Hudson, if I get both roles, which one should I go to? Because it's only one interview for 2 roles. If I get both roles, which one should I go to? James Hudson told me, he looked me in the eye and he said to me, go for the senior role. And that's the role that I got as well. The other role rejected me, the senior role accepted me. So following June, bear in mind, June 20th was their Sunday convention, I think. June 21st was Sunday after their Sunday convention. And that is when I got the news of this exception to the role. And following that, I got a start date, which was August 3rd. I've been working in this department now for 2 weeks from the start date, and it's all because of James's prayers as well as his guidance throughout the whole way. Being a youth and getting 28 rejections from your workplace is not easy to handle, but following James's advice and prayers as well as attending their Sunday convention, as well as staying firm with my connection with God, as well as confession. As we all know, James Hudson promotes confession in all ways, shapes and forms, and that is something I try to do at least once a week or once every 2 weeks. I kept doing that, and because of that, through James Hudson's intercession, I managed to get this role. So I would like to say a big thank you to you, James Hudson, firstly, and first and foremost, and yes, thank to God as well, and also to all of you guys for praying for me continuously. As I have said, 2 weeks I have started this role now. My 2nd week just finished. And so please do keep praying for me. I've been promoted to a senior level engineer. So it's not easy. I'm trying to get up to speed with all the tasks and the information that I need to learn. So please do keep praying for me. Thank you. God bless. ഇല്ല കാട്ടി